വിശ്വാസരാഹിത്യവും വചനം പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയപ്പോ പലരും പറയാൻ തുടങ്ങി, ചോദിക്കാൻ തുടങ്ങി, അച്ഛാ അന്ത്യകാലം ആയോ, കർത്താവിന്റെ വരവിന്റെ സമയമായോ? നമുക്കറിയില്ല കർത്താവ് എന്ന് വന്നാലും നമ്മളിപ്പോ അതേക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമല്ല. കർത്താവ് നമ്മളിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയായിട്ട് വരുന്നുണ്ടല്ലോ. ഇന്ന് ഞാൻ കർത്താവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയാന്ന് ഞാൻ എന്നെ തന്നെ ആത്മശോധന ചെയ്ത, പിന്നെ നാളെയോ നാളത്തെ കഴിഞ്ഞോ ഇനി 5 വർഷം കഴിഞ്ഞോ 10 വർഷം കഴിഞ്ഞോ കർത്താവ് വന്നോട്ടെ. ഇന്ന് കർത്താവ് വന്നാൽ സ്വീകരിക്കാൻ ഞാൻ റെഡിയാണോ? ഇന്ന് ഞാൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? അത്രയും മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. നാളത്തെ കാര്യം കർത്താവ് പറഞ്ഞ നാളത്തെ ക്ലേശങ്ങൾ ഉണ്ടല്ലോ, ഇന്നത്തെ തന്നെ ആവശ്യത്തിനുണ്ട്. ഇനിയിപ്പോ നാളത്തെയും കൂടി ഇന്ന് എടുത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. കർത്താവ് നാളെ വരുമോ, നാളത്തെ കഴിഞ്ഞ് വരുമോ? അതേക്കുറിച്ച് ഇന്ന് വന്ന നമ്മളെ കർത്താവ് വചനം പറഞ്ഞാല് ഹൃദയം പരിശോധിക്കുമ്പോ ഈ രാത്രികാലം കർത്താവ് നമ്മൾ ഉരച്ചു നോക്കിയാൽ നമ്മളിൽ നന്മ കണ്ടെത്തോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഇന്നത്തെ കുറിച്ച് കൂടുതൽ അസ്വസ്ഥപ്പെട്ടാൽ മതി, നാളത്തെ കുറിച്ച് നമ്മൾ ആകുലപ്പെടണ്ട. നാളെ കർത്താവ് വന്നോട്ടെ. അതുകൊണ്ട് സങ്കീർത്തകന്റെ ഒരു കാത്തിരിപ്പ് ഈ ലോക ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് മാത്രമായിട്ട് കാണരുത്. വരാനിരിക്കുന്ന ജീവിതത്തിന്റെ ഒരു കാത്തിരിപ്പ് അതിന്റെ പിന്നിലുണ്ട്. വചനം വാഗ്ദാനം ചെയ്തിട്ടുള്ള നിത്യജീവന് വേണ്ടി, ആ സ്വർഗീയ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. ആ സഭ സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് മരണം ഒരു ആത്മീയ മനുഷ്യന്റെ ഒരിക്കലും അവസാനമല്ല. ഒരു ക്രിസ്ത്യാനിക്ക് മരണം അവസാനമല്ല, ഒരു കവാടം തുറന്നു, നിത്യതയിലേക്കുള്ള ഒരു കവാടം തുറന്നു. ക്രിസ്ത്യാനിയുടെ അവസാനം മരണമൊന്നുമല്ല. മരണം അവന്റെ ഈ ലോക ജീവിതം കഴിഞ്ഞു, കവാടം തുറന്നു, നിത്യതയിലേക്കുള്ള വാതിൽ തുറന്നു. അവൻ നിത്യതയിലേക്ക്, അവന്റെ ആത്മാവ് നിത്യതയിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ടാണല്ലോ പൗലോസ് പറഞ്ഞ്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസമൊക്കെ വ്യർത്ഥമാ. അപ്പോ ഒരു ഉത്ഥാനത്തിന് വേണ്ടി, ഒരു ഉയർപ്പിലുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഒരു ക്രിസ്ത്യാനി എന്നും കാത്തിരിക്കുന്നുണ്ട്. അവന്റെ ആത്മാവിൽ, അവന്റെ ആന്തരികതയിലൊക്കെ നിരന്തരമായ ഒരു ചോദ്യം ഉണ്ടാകും. ആ ചോദ്യത്തിനുള്ള ഉത്തരം ക്രിസ്തു തന്നെയാണ്. ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ? മരണത്തിനപ്പുറം എനിക്കൊരു ജീവിതമുണ്ടോ? ഈ ജീവിതത്തിന് ശേഷം എന്റെ ആത്മാവിന് എന്ത് സംഭവിക്കും? എല്ലാറ്റിന്റെയും ഉത്തരം ക്രിസ്തുവിലാണ്. ആ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ക്രിസ്തുവിനോടുകൂടി മരിക്കുന്ന നമ്മളും ഉയർപ്പിക്കപ്പെടും. അവനോടുകൂടി മരിച്ചാൽ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടം. പൗലോസ് അങ്ങനെ പറയാൻ കാരണം, എനിക്ക് ജീവിതം ക്രിസ്തു, ഞാൻ ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്. അപ്പൊ മരിക്കുന്നത് ക്രിസ്തുവിലാണല്ലോ. ക്രിസ്തുവിൽ മരിച്ചവന്റെ ഒരു മരണം നേട്ടമാണ്. ക്രിസ്തുവിൽ മരിക്കുന്നവരുടെ മരണം സഭയ്ക്ക് എന്നും നേട്ടമാണ്. വിശുദ്ധരുടെ ജീവിതം എടുത്ത് നോക്ക്. വിശുദ്ധരൊക്കെ സഭയ്ക്ക് മുതൽക്കൂട്ടാണ്. അത് ക്രിസ്തുവിൽ മരിക്കുന്നവരുടെ രക്തസാക്ഷികള്, വിശുദ്ധര്, ഇവരുടെയൊക്കെ ജീവിതം സഭയ്ക്ക് എന്നും ഒരു മുതൽക്കൂട്ടാണ്, നേട്ടമാണ്. നമ്മുടെയൊക്കെ മരണം സഭയ്ക്ക് എന്തോ നേട്ടമാണോ കോട്ടമാണോ എന്ന് മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുന്നതെന്ന വചനം പറയാം. മരിക്കുന്നതിന് മുമ്പ് ആരെയും നീതിമാൻ എന്ന് വിളിക്കരുത്, മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക.